ഓം ശാന്തി. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ ടോപ്പിക്കാണ് ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരം. ഇന്നത്തെ അവ്യക്ത സൂചന: വരദാനി രൂപത്തോടെ സേവനം ചെയ്യാനായി ആദ്യം സ്വയത്തിൽ ശുദ്ധ സങ്കല്പങ്ങൾ ധാരണ ചെയ്യൂ. മുഴുവൻ ദിവസവും ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കൂ. ഏതു സമയത്ത് ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൻ്റെ ആഴങ്ങളിൽ പോയി സൈലൻസിൻ്റെ സ്വരൂപമായി മാറാൻ സാധിക്കുന്നു, നമുക്ക് അഭ്യാസം ചെയ്യേണ്ടതുണ്ട്. താങ്കളുടെ ഈ ആഴമുള്ള സൈലൻസിൻ്റെ സ്ഥിതി അന്തരീക്ഷത്തെയും പരിവർത്തനപ്പെടുത്തും. താങ്കൾ സ്വയത്തെ ഡബിൾ ലൈറ്റ് മാലാഖയെന്ന് അനുഭവം ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. എന്തിനെയാണ് ശുദ്ധസങ്കല്പങ്ങൾ എന്ന് പറയുന്നത്? ജ്ഞാനത്തിൻ്റെ ഭാവന, നിസ്വാർത്ഥ ഭാവന, അതിനോടൊപ്പം ശുദ്ധസങ്കല്പങ്ങളുടെ സംബന്ധം എന്ന് പറയുന്നത് സേവനത്തോട് അല്ലെങ്കിൽ സേവനത്തെ പ്രതി മാത്രമല്ല, സ്വ ഉന്നതിയെ പ്രതിയും ഉണ്ടായിരിക്കണം. എന്താണ് ശുദ്ധസങ്കല്പം? ബാബയുടെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും. ഒന്ന്, ആത്മാവ് സമ്പന്നവും സമ്പൂർണവുമായി തീരണം. രണ്ടാമത്, സേവനത്തിന് നിമിത്തമാകണം. രണ്ടിനും പരസ്പരം വളരെയധികം സംബന്ധമുണ്ട്. എന്നാൽ സേവനത്തിലൂടെ നമുക്ക് ഏത് സ്ഥിതി ആഗ്രഹിക്കുന്നു ആ സ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കുമോ? മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സ്വസ്ഥിതി വളരെ അത്യാവശ്യമാണ്. സ്വസ്ഥിതിയിലൂടെയാണ് സേവനമുണ്ടാകുന്നത്. ജാനകി ദാദിജി പറയാറുണ്ട്, എനിക്ക് കർമാതീതമായി തിരികെ പോകണമെന്ന്. കർമാതീതമായി, കർമാതീത സ്ഥിതിയിൽ സേവനം ചെയ്യുമ്പോഴാണ് അതിനർത്ഥമുള്ളത്. നമ്മുടെ സ്ഥിതി എങ്ങനെയാണോ അപ്രകാരം നിലനിർത്തിക്കൊണ്ടേ പോകണം. അതിലൂടെ മറ്റ് ആത്മാക്കൾക്കും അതിന് സഹയോഗം ലഭിക്കണം, അവരുടെയും ഉന്നതി ഉണ്ടാകണം. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും തൻ്റെ സ്ഥിതി എപ്പോഴും ഉയർന്നതാക്കി വയ്ക്കണം. ഉദാഹരണത്തിന് ഭോജനം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ സ്ഥിതി വളരെ ഉയർന്നതായിരിക്കണം. ആര് അത് കഴിക്കുന്നു അവരുടെ ഉള്ളിൽ വളരെ നല്ല ശക്തി ഉണ്ടായിരിക്കണം, ശക്തി നിറയണം. ഇനി വാചാസേവനമാണെങ്കിലോ, അല്ലെങ്കിൽ മനസാസേവനമാണെങ്കിലും, മനസാസേവനം, വാചാസേവനം, കർമ്മണാസേവനം, സേവനത്തിന് നിമിത്തമാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാണ്ട് ദിവസം 1 മണിക്കൂർ മാത്രം സേവനം ചെയ്യുക എന്നുള്ളതല്ല, 24 മണിക്കൂറും സേവനം തന്നെ ചെയ്യണം. കാരണം ബാബ പറയാറുണ്ടല്ലോ, തൻ്റെ സ്ഥിതി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് വായുമണ്ഡലം ഉണ്ടാകുന്നത്. സ്ഥിതി ശാന്ത സ്വഭാവത്തിൻ്റേതാണെങ്കിൽ, താങ്കൾ ശാന്തമായാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും വാതാവരണവും അപ്രകാരം തന്നെയായിരിക്കും. അവരുടെ മനസ്സിലും കൂടിയുള്ളവരുടെ മനസ്സിലും ഈ ഒരു അനുഭൂതി ഉണ്ടാകും, ഇവർ വളരെ ശാന്തമാണെന്ന്. എത്ര മിണ്ടാതെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്, എനിക്ക് സാധിക്കണില്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പം അത് സേവനമല്ലേ? സേവനം അർത്ഥം തന്നെ എന്താണ്? എല്ലാവരുടെ ഉള്ളിലും സദാ ശുഭസങ്കല്പം, മുന്നേറാനുള്ള സങ്കല്പം, ബാബയുടേതായി തീരാനുള്ള സങ്കല്പം, യജ്ഞത്തിൽ നിലനിൽക്കാനുള്ള സങ്കല്പം, യജ്ഞത്തെ പ്രതി സഫലമാക്കാനുള്ള സങ്കല്പം, ഇതിനെയാണ് ശുദ്ധസങ്കല്പം എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെയാണെങ്കിലും സങ്കല്പത്തിലൂടെ, വാക്കുകളിലൂടെ എല്ലാം സേവ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും സാരം ശുദ്ധസങ്കല്പമാണെന്ന്. ശുഭസങ്കല്പം, ശുദ്ധസങ്കല്പം, പ്യുവർ തോട്ട്സ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാം പ്യുവറായിട്ടുള്ളത് കിട്ടണം, ശുദ്ധമായിട്ടുള്ളത് കിട്ടണം. കാറ്റും വായുവും ശുദ്ധമായിരിക്കണം, വെള്ളവും ശുദ്ധമായിരിക്കണം, ഭോജനവും ശുദ്ധമായിരിക്കണം. കലർപ്പ് ആരും ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും കാര്യത്തിൽ സ്വാർത്ഥത കലർന്നിട്ടുണ്ട് എങ്കിൽ എനിക്കതിനുള്ള റിട്ടേൺ
പകരം നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ചെയ്തതിൻ്റെ, എന്നാൽ നമ്മൾ ചെയ്യുമ്പോഴെങ്ങനെയായിരിക്കണം? മംഗളത്തിൻ്റെ ഭാവനയിൽ ചെയ്യണം. അതായത് മംഗളത്തിൻ്റെ ഭാവനയിൽ സേവനം ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തിയിലൂടെ സൂക്ഷ്മത്തിൽ സേവനം നടക്കുക തന്നെ ചെയ്യും. താങ്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നുവെങ്കിൽ സേവനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. താങ്കളോട് പറയേണ്ട ആവശ്യമില്ല സേവ ചെയ്യൂ എന്ന്. ചന്ദനത്തിരി കത്തുമ്പോൾ സുഗന്ധം വരുന്നുണ്ടല്ലോ, ദീപം തെളിയുമ്പോൾ പ്രകാശം തെളിയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മളിലൂടെ ശുദ്ധ സങ്കല്പങ്ങളുടെ വൈബ്രേഷൻ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ബാബയുടെ സൂചന, ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കണം. വരദാനി രൂപത്തിൽ സേവനം ചെയ്യുന്നതിനു വേണ്ടി ദൃഷ്ടിയിലൂടെ വരദാനം നൽകണം. ഇന്നത്തെ കാലത്ത് വരദാന കാർഡാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. വരദാനി രൂപത്തിൽ സേവനം ചെയ്യുന്നതിനായി ആദ്യം സ്വയം ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. മുഴുവൻ ദിവസവും ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കണം. ഏത് സമയത്ത് എന്താണോ ആഗ്രഹിക്കുന്നത്, ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിലേക്ക് പോയി ശുദ്ധ സങ്കല്പങ്ങളുടെ സാഗരത്തിൻ്റെ ആഴത്തിലേക്ക് പോയി ഡീപ്പ് സൈലൻസിൻ്റെ അനുഭൂതി ചെയ്യൂ. താങ്കളുടെ ഈ ആഴമേറിയ ശാന്തിയുടെ സ്ഥിതി, നമുക്ക് എന്ത് സ്ഥിതിയാണ് ഉണ്ടാക്കേണ്ടത്? ഡീപ്പ് സൈലൻസിൻ്റെ ശാന്തിയുടെ സ്ഥിതിയിലൂടെ വായുമണ്ഡലത്തെ പോലും പരിവർത്തനപ്പെടുത്തും. മറ്റുള്ളവരുടെ ഉള്ളിലും വാതാവരണം ശാന്തമാണെന്നുള്ള അനുഭൂതി ഉണ്ടാകും. അങ്ങനെ ഒരുപാട് സേവനം നടക്കും. അങ്ങനെ സ്വയത്തെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യാൻ സാധിക്കും. സേവനത്തിൻ്റെ സ്ഥൂലമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ജ്ഞാനം കേൾപ്പിക്കുക, ക്ലാസ് എടുക്കുക, മുരളി വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ സൂക്ഷ്മ സേവനം എന്താണ്? വാതാവരണത്തെ നല്ലതാക്കി മാറ്റണം. വാതാവരണം ഭാരരഹിതമായിരിക്കണം. കൂടെയുള്ളവരിൽ പ്രേരണ നൽകിക്കൊണ്ടിരിക്കണം. അലൗകികത വർദ്ധിപ്പിക്കണം. സത്യമായ യജ്ഞസേവനം ആണത്, ഇപ്രകാരത്തിലുള്ള സേവനം. ഓം ശാന്തി.